ഇപ്പൊ തന്നെ കൊണ്ടുപോവാ. ക്ലീറ്റോ വന്നോ? എങ്ങനെ എന്താ കാശിന്റെ കാര്യം എന്തായി? അപ്പൊ അതുപോലെ തന്നെ നടന്നില്ല. ഇനി എന്ത് ചെയ്യും ക്ലീറ്റോ? സ്കൂളിലെ ഫീസ്, പലചരക്ക് കടയില് പാലിന്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. സത്യം പറയല്ല തങ്ക, എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇത്രയും ഒരു കഷ്ടകാലം ഉണ്ടായിട്ടില്ല. ആ കിളവൻ ഇവിടെ കാല് കുത്തി ആ സമയം മുതൽ കഷ്ടകാലം തന്നെയാണ്. അങ്ങത് കൂടി വലിയ മരുക്കില്ലാതെ പൊക്കോണ്ടിരുന്നതാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലൂടെ പുറത്തോട്ടിറങ്ങുമ്പോ അവിടെ കസേരയിൽ കാല് വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. എവിടെ അപ്പൊ തീരും നേരത് ഇങ്ങനെ ഒരു ശകുനം മുടക്കി. ശകുനം എനിക്ക് പേടി അതിന്. എന്നുവെച്ചാൽ കുരുമുളക് കൂടി തീർന്നു ഈ മീനിൽ പരട്ടാൻ വേണ്ടി. ഞാൻ പോയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ തല എടുക്കുവാ കാർന്നൊരു. ഇനിയിപ്പോ 2 ദിവസം കഴിയുമ്പോ ഒരു ചെറിയൊരു വസ്തു കച്ചവടം വന്നിട്ടുണ്ട്. അത് നടന്നാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇതിന്റെ മുമ്പേ പോവാനും ഏറ്റവും നല്ലോണം പ്രാർത്ഥിക്കേ. കർത്താവേ, നീ എത്രയോ എണ്ണത്തിന് നല്ല ആൾക്കാരെ മേളിലോട്ട് എടുക്കണം. ഇതിനൊക്കെ എന്തിനിങ്ങനെ നാടിന്റെ നാട്ടുകാർക്ക് ഒരു ഗുണമല്ലാതെ ഇട്ടേക്കുന്നത്? പെട്ടെന്ന് മേളിലോട്ട് എടുത്താൽ മതിയായിരുന്നു. എന്തോന്നത്? അതല്ല പറഞ്ഞത്. പിന്നെ വസ്തു കച്ചവടം നടക്കാൻ പ്രാർത്ഥിക്കാൻ. അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചത്. ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലല്ലോ ഒരു വകയും നടക്കൂല. അങ്ങനെയൊന്നും പറയരുത്. പ്രായമായ മനുഷ്യനല്ലേ ക്ലീറ്റോ. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നെങ്കിലും അവൻ പോട്ടെ. ആ പോകാനുള്ള മനസ്സുണ്ടാകട്ടെ അങ്ങേർക്ക്. കഷ്ടകാലം. ഞാനേ ഒന്ന് കുളിച്ചിട്ടൊന്ന് പുറത്തോട്ട് പോകണം. എനിക്ക് ചോറിനല്ലേ എങ്ങനെ മനസ്സമാധാനമായിട്ട് ഉണ്ടെന്നെങ്കിലും ചോറൊക്കെ കഴിക്കണമെങ്കിൽ മനസ്സമാധാനം വേണം. ഇയാൾ പോയിട്ടില്ലെങ്കിൽ ഇയാൾ അടിയന്തരം ഉണ്ണ അതേ നടക്കും.